പൂഞ്ഞാർ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ പൂഞ്ഞാർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കൺവെൻഷന് മുന്നോടിയായി മുണ്ടക്കയം ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും പ്രകടനവും നടന്നു. തുടർന്ന് മുണ്ടക്കയം CSI പാരിഷ് ഹാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന് UDF കൺവീനർ പ്രകാശ് പുളിക്കൽ സ്വാഗതം ആശംസിച്ചു. UDF ചെയർമാൻ മജു പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആന്റോ ആന്റണി MP മുഖ്യ പ്രഭാഷണം നടത്തി. ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് UDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ MJ പറഞ്ഞു. 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഗുരുതരമായ ഭരണവീഴ്ചകൾ, സാമ്പത്തിക തളർച്ചകൾ, സാമൂഹിക അസ്വസ്ഥതകൾ ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വേട്ടയാടിയിരിക്കുന്നു. ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം നിന്ന് കൈ പൊക്കി കാണിക്കുമ്പോൾ ഒരാൾ പോലും കൈ പൊക്കാതെയില്ല. അതിന്റെ അർത്ഥം UDF 100 സീറ്റ് കടന്നിരിക്കും എന്നുള്ളതാണ്. അതിനോടൊപ്പം ഈ പൂഞ്ഞാർ നിയോജകമണ്ഡലം എന്നും ഐക്യജനാധിപത്യങ്ങളുടെ മണ്ണ് തിരിച്ചു നമ്മൾ പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലായില്ല. അടിസ്ഥാനപരമായി UDFന്റെ ഐക്യജനാധിപത്യത്തിനുള്ള ഒരു മണ്ണാണിത്. ആ മണ്ണിൽ സാഹോദര്യത്തിന്റെയും സഹോദരത്തിന്റെയും മതേതരത്വത്തിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള നിയമനമാണ് പൂഞ്ഞാർ നിയോജകമണ്ഡലം. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം ഉൾപ്പെടുന്ന, അതിന്റെ കവാടം ഉൾപ്പെടുന്ന എരികയിൽ നമ്മുടെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഇടുക്കി ജില്ലയുടെ കവാടമായ മുണ്ടക്കയവും ഉൾപ്പെടുന്ന വളരെ വലിയ ഒരു നിയോജക മണ്ഡലമാണ് ഈ പൂഞ്ഞാർ നിയോജകമണ്ഡലം. അപ്പോൾ ജനങ്ങൾ ചിന്തിക്കും, ഈ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ 9 പഞ്ചായത്തും ഓരോ മുനിസിപ്പാലിറ്റിയെ വ്യക്തമായി ഓരോ വാർഡുകളും ആ പഞ്ചായത്തിലെ ഓരോ പ്രശ്നങ്ങളും കൃത്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ജയിച്ചാധികാരത്തിൽ വന്നാൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിന്റെ മുഖചിത്രമായിട്ട് ആഗ്രഹിക്കുകയാണ്. ജാതിയുടെ മതത്തിന്റെ മേലിൽ പിടികളിൽ ഒരു കാലത്തും മതതത്വത്തിന്റെ പിടികൈകളുടെ മണ്ണിൽ നമ്മൾ പിടിച്ചു നിർത്തുന്നു. സാഹോദര്യം നിലനിർത്തുന്നു. അതോടൊപ്പം സാമ്പത്തിക തകർച്ച നമ്മൾ തീർച്ചയായും പൂർണ്ണമായി വ്യക്തമാക്കുകയും അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ നമ്മുടെ UDF ടീമിലേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. CSDS സംസ്ഥാന സെക്രട്ടറി KK സുരേഷ്, മുൻ MP ജോയി എബ്രഹാം, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം, UDF കോട്ടയം ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ്, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA സലീം, KDP സംസ്ഥാന പ്രസിഡന്റ് സലീം P മാത്യു, കോട്ടയം ജില്ലാ UDF സെക്രട്ടറി അസീസ് ബെഡായിൽ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, RSP ജില്ലാ സെക്രട്ടറി
TC അരുൺ, CMB ജില്ലാ സെക്രട്ടറി തമ്പി ചന്ദ്രൻ, റാസി ചെറിയവല്ലം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.